ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ മുഖവരയായിരുന്നു ഞാൻ നൽകിയിരുന്നത്. അന്നേരം ഞാൻ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് പറയുകയാണ്. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് യോഹന്നാൻ അപ്പോസ്തോലനാണ്. അപ്പോക്യാലിപ്സിസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വെളിപ്പാട് എന്ന് പറയുന്ന വാക്കുണ്ടായത്. അതിൻ്റെ അർത്ഥം മറ നീക്കി പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് സമാപ്തിയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു വിവരണം നൽകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയോളജിക്കൽ സ്റ്റഡി ഒന്നുമല്ല. കാരണം ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്. ഒരു ഡയറക്റ്റ് ക്ലാസ് ആണെങ്കിൽ നോട്ട്സ് ഒക്കെ നൽകി നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഉള്ള സാഹചര്യത്തിൻ്റെ അകത്ത് പറ്റുന്നത് പോലെ ചെയ്യുകയാണ്. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. സാധാരണ നമ്മൾ വെളിപ്പാട് പറയുമ്പോൾ യോഹന്നാന്റെ വെളിപ്പാടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടും യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടുമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്ന് ഈ പുസ്തകം ആരംഭിക്കുമ്പോൾ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പുള്ള ചില മെസ്സേജിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ എപ്പോഴും പരിമിതികളുള്ള ആളുകളാണ്. മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ദൈവം മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാത്തിടത്തോളം കാലം, ദൈവം മറ നീക്കി മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാത്തിടത്തോളം കാലം ഒരു കാര്യത്തെക്കുറിച്ച് മനുഷ്യന് വ്യക്തതയുണ്ടാകത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവാണ് പിതാവിൻ്റെ അരികിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്, സ്വർഗത്തിലുള്ളതെല്ലാം നമ്മളോട് അറിയിച്ചത്. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി തൻ്റെ രക്തം നൽകി, തൻ്റെ ജീവൻ നൽകി സകല മാനവജാതിക്കും വീണ്ടെടുപ്പ് നൽകിയത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിനെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് അറിയപ്പെടുന്നത്. ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ യേശു ക്രിസ്തുവാണ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അല്ലാതെ യോഹന്നാൻ സ്വയമായി കണ്ടതോ മനസ്സിലാക്കിയതോ അല്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. 2, വേഗത്തിൽ സംഭവിക്കുവാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഇപ്പോഴത്തെ AI അടക്കമുള്ള സംവിധാനങ്ങൾ, ടെക്നോളജികൾ അടക്കം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പം വേഗത്തിൽ സംഭവിക്കുവാനുള്ളത്, ഇതൊക്കെ സംഭവിക്കുവാനായിട്ടുള്ള കാര്യങ്ങളാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദൂതനെ അയച്ച് യോഹന്നാന് പ്രദർശിപ്പിച്ച് നൽകി കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നുള്ളതാണ്. തൻ്റെ ദാസന്മാരെയാണ് കാണിച്ചു കൊടുത്തത്. ഈ ദാസൻ എന്നുള്ള പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് ഡൂലോസ് എന്ന് പറയുന്ന പദമാണ്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ സ്ലേവ്, അടിമ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, ദൈവം ഈ വെളിപ്പാട് പുസ്തകം നൽകിയിരിക്കുന്നത് തൻ്റെ ദാസന്മാർക്കാണ്. ഇവിടെ ദാസന്മാരെന്ന് പറയുന്നത് ആരെയാണ്? ഇപ്പം നിങ്ങൾ ചിന്തിക്കും ദൈവത്തിൻ്റെ ദാസന്മാരെല്ലാം ദൈവത്തിൻ്റെ അടിമകളാണോ എന്നുള്ളത്. ഈ അടിമകൾ എന്നുള്ള പദവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഭാഗത്തെ അർത്ഥം എടുക്കുമ്പോൾ ഈ അടിമകൾ സമയത്തിനതീതമായി അവരുടെ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. എങ്ങനെയെങ്കിലും തൻ്റെ യജമാനന്മാരെ പ്രസാദിപ്പിക്കുക, സേവിക്കുക എന്നുള്ള നിലയിൽ ജീവിക്കുന്ന അടിമകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരുമൊന്നും കൂലിക്ക് പണിയെടുക്കുന്നവരല്ല. അവർ എങ്ങനെയെങ്കിലും അവരുടെ നാഥനെ പ്രസാദിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവർ അടിമകളെ പോലെയാണെന്നല്ല. പുതിയ നിയമത്തിലെ എഴുത്തുകൾ വായിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ക്രിസ്തുവിലൂടെ ലഭ്യമായി തീരുന്നത് പുത്രത്വമാണ്. പുത്രത്വം എന്ന് പറയുന്ന ഒരു പദവിയാണ് ഒരു വ്യക്തിക്ക് നൽകി കൊടുക്കുന്നത്. തൻ്റെ ദാസന്മാർക്കാണ് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
സാധാരണക്കാരായ ആളുകൾക്കോ ലോകമനുഷ്യനോ വെളിപ്പാട് പുസ്തകം വായിച്ചാൽ അവർക്കതൊരിക്കലും മനസ്സിലാകത്തില്ല. അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി ആത്മനിറവുള്ള ദൈവദാസന്മാർ അതിനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അതിന്റെ പൊരുൾ തിരിച്ചു തരികയും ചെയ്യുമ്പോൾ മാത്രമേ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ടൻ തേരിലിരുന്ന് പുസ്തകം വായിച്ചപ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ ഇരുന്നത് പോലെയായി പോകും. അവിടെ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത് തെളിയിച്ചു കൊടുത്തപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലായത് എന്നുള്ളത് പോലെയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടുകൂടി ഈ കാര്യങ്ങളെയൊക്കെ തെളിയിച്ചു നൽകുക എന്നുള്ളത്. അപ്പോൾ വേഗത്തിൽ സംഭവിക്കുവാനുള്ളത് അവൻ തന്റെ ദാസന്മാരെ അറിയിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ആരാണ്? യോഹന്നാൻ. അപ്പോൾ യോഹന്നാനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി താൻ കണ്ടത് അതെ സാക്ഷീകരിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് സാക്ഷി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം? സാക്ഷി എന്ന് പറഞ്ഞാൽ, ദൃസാക്ഷി എന്ന് പറഞ്ഞാൽ ഐ വിറ്റ്നസ് ആണ്. ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിക്കുന്നയാളാണ് സാക്ഷി. അപ്പം യോഹന്നാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറാനായി തനിക്കത് പ്രദർശിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസിനോട് പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത്, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാനായിട്ട് വന്നവനാണ് എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് 26-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവിക ദർശനം ഉണ്ടായപ്പോൾ അവിടെ പൗലോസിനോട് പറയുന്ന വാക്കുകൾ ഇതാണ്: സത്യത്തിന് സാക്ഷി നിൽക്കുവാനായി, അല്ലെങ്കിൽ നീ കണ്ടതിന് സാക്ഷി നിൽക്കുവാനായി ശുശ്രൂഷകനായി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ തെരഞ്ഞെടുപ്പിന്റെ പുറകിൽ ഏറ്റവും വലിയൊരു ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് ആ വ്യക്തിയെ ദൈവത്തിന്റെ സാക്ഷിയാക്കി തീർക്കുക, സാക്ഷിയായി നിൽക്കുക എന്നുള്ളതാണ്. നാം എല്ലാം അറിഞ്ഞ സത്യത്തിന് സാക്ഷികളായി തീരുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളെ കൊണ്ടാകുന്നത് പോലെ നമ്മൾ സാക്ഷികളായി തീരുക എന്നുള്ളതാണ്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ അവന്റെ സാക്ഷിയായി തീരുക എന്നുള്ളതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇനിയും യേശു ക്രിസ്തുവിനെ കുറിച്ച് 5-ാമത്തെ വാക്യത്തിൽ കാണുന്ന പദം എന്ന് പറയുന്നത് വിശ്വസ്ത സാക്ഷി എന്നുള്ള പദമാണ്. വിശ്വസ്ത സാക്ഷി. എന്തുകൊണ്ടാണ് വിശ്വസ്ത സാക്ഷി? സ്വർഗത്തിൽ നിന്ന് പിതാവ് തന്നോട് അരുളി ചെയ്തത്, പിതാവിൽ നിന്ന് താൻ കേട്ടത് വിശ്വസ്തയോടെ വന്ന് നിവർത്തിച്ചത് കൊണ്ട് യേശുക്രിസ്തുവിനെ വിശ്വസ്ത സാക്ഷി എന്നുള്ള ഒരു പദമാണ് യേശുക്രിസ്തുവിന് ഉപയോഗിച്ചിരിക്കുന്നത്. പോകട്ടെ, 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവർ, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 3 തരത്തിലുള്ള ഭാഗ്യാവസ്ഥകളാണ്. 1 വായിച്ചു കേൾപ്പിക്കുന്നവൻ, 2 കേൾക്കുന്നവർ, 3 എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ. വെളിപ്പാട് പുസ്തകത്തിൽ ഒത്തിരി ഭാഗ്യാവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പം വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് കേൾക്കുന്ന നിങ്ങളും അനുസരിക്കുന്നവരുമെല്ലാം ഭാഗ്യവന്മാരാണ്. പക്ഷെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിച്ച് കേൾപ്പിച്ചവനില്ല, കേൾക്കുന്നവനില്ല, അനുസരിച്ചവർ മാത്രമാണ് ഭാഗ്യവാന്മാർ. അപ്പം ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. ഇനിയും 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഏഷ്യ മൈനറിലുള്ള എഫസോസ്, മുർന, പെർഗമോസ്, തുയഥൈര, ലവോദിക്യ, സർദീസ് തുടങ്ങിയ 7 സഭകൾ, ഈ സഭകൾ 7 കാലഘട്ടത്തിന്റെ സഭകളാണെന്നും സാർവലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ സർവ്വലോകത്തിലുമുള്ള സഭകളെ പ്രതിനിധാനം ചെയ്യുന്ന സഭകളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ 7 സഭകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ സഭകളോടുള്ള ദൂതാണ് 2-3 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അതിലേക്ക് നമ്മൾ പിന്നീട് പോകാം. ഓക്കെ, അപ്പം 7 സഭകൾക്ക് എഴുതുന്നത്. അടുത്തത് ദൈവത്തിന്റെ നിത്യ രാജ്യത്വത്തെക്കുറിച്ചും ദൈവത്തിന്റെ എന്താ പറയുന്നത്, ദൈവത്തിന്റെ ഈ അസ്തിത്വം സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവം
സർവവ്യാപിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, ആ ദൈവത്തിൻ്റെ ആ ഒരു അസ്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉപയോഗിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കുക. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്ന്, അവൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്ന്. സിംഹാസനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകണം. സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന സിംഹാസനവും അതുമായിട്ട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കും. ഈ സിംഹാസനത്തിന്റെ മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ എന്താണ് 7 ആത്മാക്കൾ? 7 എന്ന് പറയുന്നത് പൂർണ്ണതയാണ് കാണിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ഒത്തിരി 7 കാണാനായിട്ട് പറ്റും. ഇവിടെ 7 ആത്മാക്കൾ എന്നുദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവാത്മാവിന്റെ 7 കൃപകളെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന മുളയിൽ ആവസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ജ്ഞാനം, വിവേകം, ആലോചന, ബലം, പരിജ്ഞാനം, യഹോവ ഭക്തി, 7 തരത്തിലുള്ള ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ 7 തരത്തിലുള്ള കൃപകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സമാഗമന കൂടാരത്തിലെ വിളക്കിന്റെ 7 കവരങ്ങൾ അല്ലെങ്കിൽ 7 ശിഖരങ്ങൾ ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അപ്പം ഈ 7 ആത്മാക്കളുടെ പക്കൽ നിന്ന് പിന്നീട് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ 3 തരത്തിലുള്ള വിശേഷണങ്ങളാണ്. 1 വിശ്വസ്ത സാക്ഷി, 2 മരിച്ചവരിൽ ആദിജാതൻ, 3 ഭൂരാജാക്കന്മാർക്ക് അധിപതി. ഞാൻ പറഞ്ഞു സാക്ഷി ആരാണ്? കണ്ടത് പ്രസ്താവിക്കുന്നയാളാണ് സാക്ഷി. യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശ്വസ്ത സാക്ഷി എന്നാണ്. എന്തുകൊണ്ടാണ് വിശ്വസ്ത സാക്ഷി എന്ന് പറയുന്നത്? പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോട് നിർവഹിച്ച് പിതാവ് അറിയിച്ചത് ഒട്ടും മാറ്റം വരുത്താതെ ഈ ലോകത്തിന് നൽകി കൊടുത്ത പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്ന പദമെന്ന് പറയുന്നതാണ് വിശ്വസ്ത സാക്ഷി. 2 മരിച്ചവരിൽ ആദ്യജാതൻ. മരിച്ചവരിൽ ആദ്യജാതൻ. നമുക്കറിയാം കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിൽ മരിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഇല്ലേ? മരണത്തെ ജയിച്ച് കല്ലറയെ തുറന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി പിതാവിന്റെ വലതുഭാഗത്ത് രാപ്പകൽ പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അപ്പം തന്നെക്കുറിച്ച് പറയുന്നത് മരിച്ചവരിൽ ആദിജാതനാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പാണ് നമ്മുടെയൊക്കെയുള്ള ഉയർപ്പിന് ഉറപ്പ് നൽകി തരുന്നത് എന്നുള്ള കാര്യം ഈ സമയത്ത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ. യേശു ക്രിസ്തുവിനെ വേണമെങ്കിൽ രാജാതിരാജാവ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയാം ദൈവം ഞാൻ മഹാരാജാവല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ എന്നുള്ള ഒരു വിശേഷണം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ വാക്യങ്ങൾ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഉറപ്പിക്കുന്ന വാക്കുകളാണ്. എന്നിട്ട് ക്രിസ്തു ചെയ്തെടുത്ത പ്രവൃത്തി ഇവിടെ വ്യക്തമായി വിവരിക്കുകയാണ്. എന്താണ്? നമ്മെ സ്നേഹിക്കുന്നവൻ. അപ്പോൾ ദൈവം നമ്മെ വർത്തമാനകാലത്തിൽ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു? ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവാം ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന്. നോക്കുക, വീണ്ടെടുപ്പ് സാധിച്ചത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം ഇതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പഴയ നിയമകാലങ്ങളിൽ പുരോഹിതന്മാരെല്ലാം ഇങ്ങനെ ഒരു പുരോഹിതൻ, അദ്ദേഹത്തിന്റെ മരണശേഷം അടുത്ത പുരോഹിതൻ, ഇങ്ങനെ പൗരോഹിത്യം തുടർന്നു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരുപാട് പുരോഹിതന്മാർ തുടർന്നു പോരുന്ന സമയത്ത് യേശുക്രിസ്തു എന്ന് പറയുന്ന പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആ പുരോഹിതൻ തൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് തൻ്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി ചീന്തി. 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പാപത്തിനു വേണ്ടി ഏകയാഗം കഴിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇതൊക്കെ വളരെ വിശാലമായ വിഷയങ്ങളാണ്. 5-10 മിനിറ്റ് കൊണ്ട് പറഞ്ഞറിയിക്കുവാനായിട്ട് പറ്റത്തില്ല. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയും മാത്രമേ ഉള്ളൂ. പുതിയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക പുരോഹിത ഗണം പുതിയ നിയമ അർത്ഥത്തിൽ ഇല്ല. എല്ലാവരും പുരോഹിതരാണ്. യൂണിവേഴ്സൽ പ്രീസ്റ്റ്ഹുഡ് ആണ്.
അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വ്യക്തമായി നമ്മൾ വായിക്കുന്ന വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. 2-ാം അധ്യായം 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ നിയമകാലത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പുരോഹിത ഗണമോ പ്രത്യേക പൗരോഹിത്യ ശുശ്രൂഷയോ ഇല്ല. കാരണം എന്താണ്? കാൽവറി ക്രൂശിൽ തന്റെ ശരീരം മാനവജാതിയുടെ പാപത്തിന് വേണ്ടി തകർക്കപ്പെട്ട് തന്റെ രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ച മഹാപുരോഹിതനായ ക്രിസ്തു മാത്രമാണ് പുതിയ നിയമത്തിലുള്ളത്. നാം എല്ലാവരും യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയെ അനുഭവിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയും പുരോഹിതന്മാര് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, തന്റെ പിതാവാം ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തത്. രാജ്യം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ ആ ഭരണം നിലനിൽക്കുന്ന ഇടം, ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി ഓരോ വ്യക്തികളെയും ദൈവം തീർത്തിരിക്കുകയാണ്. അവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ്. ആമേൻ. നമുക്കറിയാം, യഹൂദന്മാർ യേശുവിനെ അംഗീകരിച്ചില്ല. യേശുവിനെ കുത്തിത്തുളച്ച് കൈകാലുകൾ ആണിയടിച്ച് ക്രൂശിൽ തറച്ച് കൊന്നപ്പോൾ എഴുതിയിരിക്കുന്നത്, പ്രവാചകനായ സെക്കരിയാവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, അവനെ കുത്തിത്തുളച്ചവരെല്ലാം കുത്തിയവങ്കിലേക്ക് അവനെ നോക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരികെ വരുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതാണ് നമ്മൾ ഇവിടെ കാണുവാനായിട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് നിർത്തുവാണ്. 8-ാമത്തെ വാക്യം, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആൽഫ ഒമേഗ എന്ന് പറയുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെയും ഏറ്റവും ഒടുവിലത്തെയും അക്ഷരങ്ങളാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ പണ്ടൊക്കെ ഞാൻ ഈ ഒമേഗ എന്താണ്, ഓമയ്ക്ക പോലുള്ള സാധനം വല്ലതും ആണോ എന്നൊക്കെ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ആൽഫ ബീറ്റ ഗാമ എന്ന് തുടങ്ങിയ ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. അപ്പം ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ ഏറ്റവും ആദ്യത്തെ എ, ഏറ്റവും ഒടുവിലത്തെ ലെറ്റർ ഇസഡ് എന്നതുപോലെ ആൽഫ ഒമേഗ എന്ന് പറയുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും അക്ഷരമാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ നിത്യ ദൈവമാണ്, താൻ നിത്യനായ രാജാവാണ്. എന്ന് പറഞ്ഞാൽ ആരംഭവും അവസാനവും താൻ തന്നെയാണ്. നോക്കുക, ക്രിസ്തുവിന്റെ രാജ്യത്വവും ക്രിസ്തുവിന്റെ പദവികളും ഒക്കെയാണ് നമ്മൾ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അടുത്തത് 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.